ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ താരം ഇതാണ് മാങ്ങ. ഇവിടെ ഒരു മാംഗോ ഫെസ്റ്റ് നടക്കുകയാണ്. നാട്ടിലിപ്പോൾ ഈ സമയത്ത് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോയിട്ട് വെക്കേഷൻ നിൽക്കുന്ന സമയത്ത് മാങ്ങയുടെ നല്ല സീസൺസാണ്. അതുകൊണ്ടായിരിക്കും അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ആയിരിക്കണം ഈ മാംഗോ ഫെസ്റ്റ്. ഇത്രയും മാങ്ങയും നമ്മൾ നാട്ടിൽ ഒരുമിച്ച് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ഇങ്ങനെ പല പല വ്യത്യസ്തമായിട്ടുള്ള മാങ്ങകളുണ്ട്, പല ടൈപ്പ് മാങ്ങകളുണ്ട്. പണ്ടേ നമ്മളൊരു മാങ്ങ നോക്കി വെച്ചിരുന്ന് ചിലപ്പോൾ അത് എത്താ കൊമ്പിലായിരിക്കും, പിന്നെ അത് അവസാനം എണ്ണ കൊണ്ടുപോകും അല്ലെങ്കിൽ വാവാലും കൊണ്ടുപോകും. പിന്നെ ഞങ്ങളുടെ അവിടെ ഒക്കെ മാങ്ങയൊക്കെ കുറവായിരുന്നു. അപ്പം ഞാൻ ഇത്രയും മാങ്ങ ആദ്യമായിട്ട് ഇവിടെ ഒരുമിച്ച് കാണുന്നത്. അപ്പോൾ ഇത് ലൂലുവിൻ്റെ മാമ്പഴക്കാലമാണ്. അപ്പോൾ ഇതിന് അവർ ഇട്ടേക്കുന്ന പേര് മാംഗോ മാനിയ എന്നാണ്. അപ്പോൾ മാങ്ങ മാത്രമല്ല, മാങ്ങ കൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങളും ഉണ്ട്. ബർഫിയും അലുവയും അതേ കണക്ക് ഐസ്ക്രീമും പായസവും തുടങ്ങി ജിലേബി എല്ലാം ഉണ്ട്. ഞങ്ങൾ കുറച്ച് എന്തായാലും ഫെസ്റ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ച് അങ്ങനെയുള്ള ഐറ്റംസും കൂടി മേടിക്കണമല്ലോ, അങ്ങനെ അതൊക്കെ കുറച്ച് മേടിച്ചു. ഒരുപാടൊന്നും വാങ്ങിച്ചില്ല, മധുരം ഐറ്റംസൊക്കെയാണ്. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാംഗോ കൊണ്ടുള്ള ജിലേബി ആയിരുന്നു. ജിലേബി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബർഫി കുഴപ്പമില്ലായിരുന്നു. അലുവ നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ഉള്ളായിരുന്നു. ലഡു ഒരിത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അലുവ പിന്നെ അതിൻ്റെ ടെക്സ്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ഇതാ ഈ ഒരു കുഞ്ഞു മാങ്ങ കണ്ട് കൗതുകം തോന്നി മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് അതിൽ നല്ലത്, മാംഗോ ഷുഗർ ബേബി. പേരൊക്കെ കൊള്ളാമല്ലേ. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ സാധാ കിട്ടുന്ന ഊറുന്ന മാങ്ങയല്ലേ, ആ മാങ്ങയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് വെച്ചായിട്ടുള്ള പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് പുളിശ്ശേരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് 3-4 മാങ്ങ എടുത്ത് നല്ല രീതിയിൽ, നമ്മൾ ആ 4 മാങ്ങ വാങ്ങിച്ചോളായിരുന്നു, നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി തോലെല്ലാം കളഞ്ഞ്. തീരെ കുഞ്ഞാണ് കേട്ടോ, നമ്മുടെ ചെറിയ കണ്ണിമാങ്ങയുടെ അത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തോല് കളയാൻ ഇച്ചിരി പാടായിരുന്നു. എന്നാലും എല്ലാത്തിൻ്റെയും നല്ല രീതിയിൽ തോലെല്ലാം കളഞ്ഞ് അങ്ങനെ നമ്മുടെ ഷുഗർ ബേബി എല്ലാം തോലെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് പച്ചമുളകും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. ചെറിയ പുളിയുണ്ട് കേട്ടോ, അത് നന്നായിട്ട് പഞ്ചസാര ഇടാമെന്ന് വെച്ച്. മാങ്ങ നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും ചേർത്ത് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുക. തിളച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മളിനി അടുത്തതായിട്ട് തൈര് കൂടി ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം വെച്ചേക്കേണ്ട, പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നല്ല രീതിയിൽ താളിച്ച് ചേർക്കുക. അപ്പോൾ നമ്മുടെ മാങ്ങ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആയിരുന്നെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.